അസ്സലാമു ഇത് നമ്മൾ റിവിഷനാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിക്കിൻ്റെ 2 ലെസണും കൂടെ നിങ്ങൾക്ക് എടുക്കാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് എടുത്ത ഭാഗം പോർഷൻസിൽ വരുന്ന എക്സാമിന് വരുന്ന പാഠങ്ങൾ, അതായത് 16 മുതലുള്ള പാഠങ്ങളാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ അതിൻ്റെ റിവിഷനാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ലെസൺ വരുന്നത് റിഡംഷൻ ആൻഡ് പെനൻസ്. അപ്പോൾ അതിൽ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ. പാപമോചനം. പെനൻസ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം, അതായത് തൗബ. അപ്പോൾ ഇതിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് അള്ളാഹ്സ് മേഴ്സി. അള്ളാഹുവിൻ്റെ കാരുണ്യം. ഇതിനെക്കുറിച്ച് നമ്മൾ റഹ്മാൻ റഹീം എന്നുള്ള ഭാഗം തന്നെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പത്തെ ടോപ്പിക്കിൽ. പക്ഷേ ഇതിന് വളരെ കുറച്ചേ ഈ പാഠഭാഗത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വരുന്നത് ഈ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. അള്ളാഹ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഹോളി ഖുർആൻ ആസ് ദ മോസ്റ്റ് മേഴ്സിഫുൾ, ഗ്രേഷ്യസ് ഇൻ ആൾമോസ്റ്റ് 180 വേഴ്സസ് ആസ് ദ ഓഫ് ഫോർ ഗിവിങ് ഇൻ അപ് ടു 100 വേഴ്സസ്. അപ്പോൾ ഇതിൽ റഹ്മാൻ എന്നുള്ളത് 180 തവണയും റഹീം എന്നുള്ളത് 100 തവണയും, അതായത് എല്ലാ ബിസ്മിയിലുണ്ട്. അപ്പോൾ ഫാത്തിഹയിൽ മാത്രമേ ബിസ്മിയുടെ ആയത്ത് കൂട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് അല്ലേ. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അതേപോലെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ റഊഫ് റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആയത്തുകൾ നമ്മൾ കാണാം. അങ്ങനെ 180, 100 ടൈംസാണ് ഇത് വന്നത്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് തൗബ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഈ പാഠഭാഗത്തിൽ മനസ്സിലാക്കിയതാണ്. ദ കണ്ടീഷൻ ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ റെപ്റ്റൻസ് എന്നുള്ള സബ് ഹെഡിങ്ങിൻ്റെ തൊട്ട് ശേഷം വരുന്ന സെൻറ്റൻസ്. ദ സെൻസ് ഓഫ് തൗബ, ഫീലിംഗ് ദാറ്റ് വൺ ഹാസ് ഡൺ ബാഡ് ആൻഡ് ഈസ് സീക്കിംഗ് ഗോഡ്സ് മേഴ്സി ജസ്റ്റ് ആഫ്റ്റർ ദ ഫുൾ ഡീഡ്. അപ്പോൾ എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ? ദ സെൻസ് ഓഫ് തൗബ. ഈ തൗബ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫീലിംഗ് ദാറ്റ് വൺ ഹാസ് ഡൺ ബാഡ് ആൻഡ് ഈസ് സീക്കിംഗ് ഗോഡ്സ് മേഴ്സി. നമ്മളൊരു തെറ്റ് ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആവശ്യപ്പെടുക അല്ലേ. ജസ്റ്റ് ആഫ്റ്റർ ദ ഫുൾ ഡീഡ്. എപ്പോഴാണ് നമ്മൾ തെറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇതാണ് തൗബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഹൂസ് റെപ്റ്റൻസ് ഷാൾ ബി അക്സെപ്റ്റഡ് ബൈ അള്ളാഹ്. ആരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക? സെക്കൻഡ് പാരഗ്രാഫിലുണ്ട്. അള്ളാഹു വിൽ അക്സെപ്റ്റ് ദ പെനൻസ് ഓഫ് ദോസ് ഹു ഡിഡ് ദ എവിൽ ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ് ഓർ ദ തോട്ടൽനെസ് ആൻഡ് ലേറ്റർ സീസ് റിഡംഷൻ എക്സംഷൻ ഓഫ് ട്രയൽ അല്ലേ. അപ്പോൾ അറിയാതെ, അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നമുക്ക് അറിയില്ല, നമുക്ക് അങ്ങനെ അത് തെറ്റാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ അത് തോട്ടൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തയില്ലാതെ, ശ്രദ്ധിക്കാതെ, നമ്മൾ അറിയാതെ പറഞ്ഞു പോകുക. ഇങ്ങനെയുള്ളതിനാണ്, അങ്ങനെയുള്ളവരുടെ തൗബയാണ് അള്ളാഹു സ്വീകരിക്കുക. മനഃപൂർവ്വം ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിൻ്റെ അള്ളാഹു പാപമോചനം ഇല്ല. അല്ലാതെ അജ്ഞത മൂലമോ അല്ലെങ്കിൽ അറിയാതെ ചിന്തിക്കാതെ പറയുന്നതിനോ അള്ളാഹു നമുക്ക് പുറത്ത് തന്നേക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൂസ് റെപ്റ്റൻസ് ഷാൾ ബി അക്സെപ്റ്റഡ് ബൈ അള്ളാഹ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. നാലാമത്തത്, ഗീവ് പ്രൂഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് അള്ളാഹ് ഫീൽസ് ഗ്ലാഡ് ദാറ്റ് മാൻ ഡു റെപ്റ്റൻറ്റ്. അള്ളാഹുവിന് സന്തോഷം തോന്നും. മനുഷ്യന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അള്ളാഹുവിന് സന്തോഷം തോന്നും. എങ്ങനെയുള്ള സന്തോഷമായിരിക്കും അള്ളാഹുവിന് ഉണ്ടാവുക എന്നുള്ളതിനുള്ളൊരു എക്സാമ്പിൾ അത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിലെ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പേജ് നമ്പർ 36 അല്ലേ. There is another story from the Hadith of a man who lost his camel in the barren desert and got it back when he was utterly depressed. His happiness and relief is beyond description. It can be compared to the relief, the delight of a man while receiving redemption. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരാൾ, നിങ്ങൾക്ക് ഞാനിത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നൊരു സ്റ്റോറിയാണ്. എന്താണ്? ഒരാൾ തനിച്ച് പോകുന്ന സമയത്ത്, അതും മരുഭൂമിയിലൂടെ പോകുന്ന സമയത്ത്, അയാളുടെ കയ്യിലുള്ള, അയാൾക്ക് ആകാശം എന്ന് പറയുന്നത്, അയാളുടെ വാഹനം എന്ന് പറയുന്നത് ഒട്ടകവും അതിൻ്റെ പുറത്തുള്ള ഭക്ഷണവും അല്ലേ. പക്ഷേ അയാൾ അത് അയാൾക്ക് അവിടെ വെച്ച് നഷ്ടപ്പെടുകയും പിന്നീട് അയാൾക്ക് അതിനെ തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ഒരു ആശ്വാസം, ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അയാൾ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് അയാൾക്ക് ആ ഒട്ടകം അയാൾക്ക് തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം, അത് എത്രത്തോളം ഉണ്ട്. അതുപോലെ ആയിരിക്കും അള്ളാഹു നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം. ഇതിനെക്കുറിച്ചാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി അടുത്തത്,
ഡിസ്ക്രൈബ് ദ കണ്ടീഷൻസ് ആൻഡ് വേസ് ഫോർ ദ ഡ്യൂയിങ് തൗബ. തൗബ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, നിബന്ധനകൾ എന്തൊക്കെയാണ്, വെറുതെ തൗബ ചെയ്താൽ മതിയോ അതോ അതിനുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ളത് അത് നമുക്ക് പറയുന്നുണ്ട്. സബ് ഹെഡിങ്ങിനെ വരുന്നുണ്ട്, ദ കണ്ടീഷൻ ഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് ദ റെപ്റ്റൻസ് അല്ലേ. എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ദ സെൻസ് ഓഫ് തൗബ. ദ സെൻസ് ഓഫ് തൗബ, ഫീലിംഗ് ദാറ്റ് വൺ ഹാസ് ഡൺ ബാഡ് ആൻഡ് ഈസ് സീക്കിംഗ് ഗോഡ്സ് മേഴ്സി ജസ്റ്റ് ആഫ്റ്റർ ദ ഫുൾ ഡീഡ്. തെറ്റ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാം. രണ്ടാമത്തത്, ഇൻവാരിയബിളി പ്ലേസിങ് വൺസ് കേസ് ഓഫ് റെപ്റ്റൻസ് ടു അള്ളാഹ്. നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക്, അത് തെറ്റ് ചെയ്തല്ല അത് ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക. നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാം. പിന്നെ അടുത്തത് മൂന്നാമത്തെ, നെവർ റിപ്പീറ്റ് ദ സെയിം മിസ്റ്റേക്ക് അഗെയിൻ ഇൻ ദ ലൈഫ്. ഒരിക്കലും പിന്നീട് അത് ആ തെറ്റ് പിന്നീട് നമ്മൾ ആവർത്തിക്കാൻ പാടില്ല. അതായത് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞു, നമ്മളതിന് തൗബ ചെയ്തു, എന്നിട്ട് വീണ്ടും നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ട് അത് ആവർത്തിക്കാൻ പാടില്ല. നാലാമത്തത്, ഇഫ് എ ഫോൾ ഡീഡ് ഈസ് ഡൺ എഗൻസ്റ്റ് അനദർ ഹ്യൂമൻ ബീയിങ് സീക്ക് ഫോർഗീവ്നെസ് ഫ്രം ഹിം ആൻഡ് ദ റെപ്പന്റ് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ ഫിനാൻഷ്യൽ ഡീൽ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി ബിഫോർ ടേക്കിംഗ് തൗബ. അപ്പോൾ എന്തൊക്കെയാണ്, ഇഫ് ദ ഫോൾ ഡീഡ് ഡൂയിങ് എഗൻസ്റ്റ് അനദർ ഹ്യൂമൻ ബീയിങ്, നമ്മൾ തെറ്റ് ചെയ്തത് ഒരു മനുഷ്യനോടാണെങ്കിൽ ഒരു വ്യക്തിയോടാണെങ്കിൽ എന്താണ്, സീക്ക് ഫോർഗീവ്നെസ് ഫ്രം ഹിം ആൻഡ് ദെൻ റെപ്റ്റൻറ്റ്. അപ്പോൾ ആദ്യം അയാളോട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് സോറി പറയുക, അതേപോലെ അദ്ദേഹത്തോട് നമ്മൾ മാപ്പ് അപേക്ഷിക്കുക. അതിനുശേഷം അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അയാളുടെ മാപ്പ് കിട്ടിയതിന് ശേഷമേ നമുക്ക് അതിനോട് തൗബ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിന് ഫിനാൻഷ്യൽ ഡീഡാണെങ്കിലോ, നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിലാണ് നമ്മൾ അയാളുമായിട്ട് തെറ്റ് ചെയ്തതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ് കംപ്ലീറ്റ്ലി ബിഫോർ ടേക്കിംഗ് ദ തൗബ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം. അയാൾ കൊടുക്കാനുള്ള കൊടുത്ത് അയാളോട് നമ്മൾ എന്താണോ ചെയ്തത് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, തൗബ ചെയ്താൽ മതി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി അടുത്തത്, വൈ ഈസ് സിൻ ഈസ് നോട്ട് വൈ ഈസ് സിൻ നോട്ട് ഫോർഗിവബിൾ അറ്റ് ആൾ. ഗീവ് ദ പ്രൂഫ് ഫ്രം ദ ഖുർആൻ. ഏത് പാപമാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തത്? ഏത് പാപമാണ്? ഷിർക്ക് അല്ലേ. എന്താണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. എന്താണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി, അള്ളാഹു ഒരിക്കലും അതിൽ ഷിർക്ക് ചെയ്യുന്നത് അള്ളാഹു പൊറുക്കുകയില്ല. വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, എന്നാൽ മറ്റ് തെറ്റുകൾ ഒരുപക്ഷെ അവൻ പുറത്ത് തന്നേക്കാം. അതിവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് സെൻറ്റൻസ് ഈ പാഠത്തിൽ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്രിക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. Allah will never forgive those who find companion to him. He shall forgive other sins to whomsoever he pleases. അതായത് നമ്മൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു തെറ്റുകൾ പൊറുക്കും, പക്ഷേ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു പൊറുക്കില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്, തൗബയുടെ നമ്മുടെ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പാഠത്തിലേക്ക് നമുക്ക് പോകാം. ട്രാവൽ റൂൾസ്, ഇസ്ലാമിക് റൂൾസ്. യാത്രയുടെ മര്യാദകൾ. ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് യാത്രയുടെ മര്യാദകളായി. ട്രാവൽ ഇസ്ലാമിക് റൂൾസ് എന്ന് പറഞ്ഞാൽ യാത്രയ്ക്ക് എന്തൊക്കെ മര്യാദകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് വാട്ട് ഈസ് ദ ഇസ്ലാമിക് വ്യൂ ഓൺ ട്രാവൽ. എന്താണ് ഇസ്ലാമിൽ ട്രാവലിനെ കുറിച്ചുള്ള എന്തൊക്കെയാണ്, അതിന് ഇസ്ലാം എങ്ങനെയാണ്, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്. ഫസ്റ്റ് സെൻറ്റൻസിന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇസ്ലാം എൻകറേജ് ട്രാവൽ ബൈ ജേർണിങ് മാൻ അക്വയർ നോളജ്, എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ആൾസോ ലൈഫ് നെസസിറ്റീസ് അല്ലേ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എൻകറേജ് ദ ട്രാവൽ. ഇസ്ലാം
പിന്നെ ട്രാവലിനെ എൻകറേജ് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതേപോലെ ബൈ ജേണിങ് മാൻ അക്യൂർ നോളജ്, അതേപോലെ മനുഷ്യന് നോളജ് വർദ്ധിപ്പിക്കുക, അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ആൾസോ ദ ലൈഫ് നെസസിറ്റി, അതേപോലെ മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഒരു യാത്രയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ജീവിത ഉപാധിക്കും, നമ്മുടെ ജീവിതോപാധിക്കും വേണ്ടിയിട്ടും നമുക്ക് യാത്ര ചെയ്യാം അല്ലേ. അപ്പോൾ യാത്ര പോകുന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇസ്ലാം എൻകറേജ് ദ ട്രാവൽ ബൈ ജേണിങ് മാൻ അക്യൂർ നോളജ്, എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ആൾസോ ലൈഫ് നെസസിറ്റീസ്. ഓക്കെ, then traveling help us to experience new situations. It also make us learn patience, co-living, adjustment and tolerance അല്ലേ. അതും കൂടെ പിന്നെ ട്രാവൽസിൻ്റെ ഒരു മെച്ചേർഡ് എന്താണ്, ട്രാവലിംഗ് ഹെൽപ്പ് us to experience new situation, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ സഹായിക്കും. ഇറ്റ് ആൾസോ മേക്ക് us ലേൺ പേഷ്യൻസ്, ക്ഷമ. നമുക്ക് യാത്ര പോകണമെങ്കിൽ ഒരു യാത്രയിലാകുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു യാത്രയാകുമ്പോൾ ക്ഷമ നമുക്ക് നിർബന്ധമാണ് അല്ലേ. പലർക്കും പല സ്വഭാവങ്ങളായിരിക്കും. പിന്നെ കോ ലിവിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് ടോളറൻസ്, അതേപോലെ പരസ്പര സൗഹാർദ്ദവും സഹകരണവും അഡ്ജസ്റ്റ്മെൻറ്റുകളും എല്ലാം ഈ യാത്ര കൊണ്ട് നമുക്ക് ലഭിക്കും. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ പ്രയർ ബിഫോർ സ്റ്റാർട്ടിങ് ദ ജേർണി ഓൺ എ വെഹിക്കിൾ വിത്ത് ഇറ്റ്സ് മീനിങ്. നമ്മളൊരു യാത്ര തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അത് അർത്ഥസഹിതം പറയാൻ അല്ലേ. നമുക്കറിയാം, അതിൻ്റെ ലാസ്റ്റ് ഈ പേജിൽ ലാസ്റ്റ് ഉണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു ലമുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു ലമുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ മീൻസ് all praises are to Allah who has made this vehicle in our ownership. In really we couldn't have honored its ourselves. അതായത് സുബ്ഹാൻ അല്ലേ, പരിശുദ്ധനാവുന്നു ആര്, അല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു ലമുഖ്രിനീന, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എത്രയോ പരിശുദ്ധൻ അത്രേ. വ ഇന്ന ലഹു വ ഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അതുകൊണ്ട് എന്താണ്, അതിനെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിലേക്ക് തന്നെയാണ് നമ്മളെല്ലാവരുടെയും മടക്കം അല്ലേ. അതുകൊണ്ട് നമ്മൾ അള്ളാഹു എത്രയോ പരിശുദ്ധൻ അത്ര എന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വാഹനത്തിൽ കയറേണ്ടത്. ഇനി അടുത്തത്, മെൻഷൻ ദ പ്രയർ ഫോർ ദോസ് ഹു സീക്ക് ലീവ് ഫ്രം അസ്. ഇനി യാത്ര പോകുന്ന ആൾ നമ്മളോട് യാത്ര ചോദിക്കാൻ വന്നാൽ, നമ്മളിപ്പോൾ ഒരു ദൂരയാത്രയ്ക്ക് പോകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഹജ്ജ് ഉംറ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ ജോലി ആവശ്യമായിട്ട് ദൂരമായിട്ട് പോകുമ്പോൾ അവർ നമ്മളോട് യാത്ര ചോദിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം അതിനെ പറയുന്നതാണ് അസ്താദി ഉല്ലാഹ ദീനക്ക വ അമാനത്തക്ക വ ഹവാത്തിമ അമലക്ക. അസ്താദി ഉല്ലാഹ ദീനക്ക വ അമാനത്തക്ക വ ഹവാത്തിമ അമലക്ക മീൻസ് ഐ പ്രേ സോ ആസ് ടു ഹാവ് യുവർ റിലീജിയസ് ആൻഡ് വർക്ക് റിലേറ്റഡ് അഫയേഴ്സ് സേഫ് ദ കസ്റ്റഡി ഓഫ് അള്ളാഹ്. എന്താണ്, നിൻ്റെ മതപരവും ജോലി സംബന്ധവുമായ നിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തന്നെ സംരക്ഷിക്കട്ടെ, അള്ളാഹു സംരക്ഷിക്കട്ടെ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലേ. അതാണ് അസ്തഗ്ഫിറുല്ലാഹ് ദീനക വമാനത വാത്തിമ അവലക്ക, നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം വരേക്കും അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഭരമേൽപ്പിച്ച് അള്ളാഹുവിലേക്ക് നമ്മളെല്ലാം തവക്കൽ ചെയ്യാം. പിന്നെ അടുത്തത്, ഡിസ്ക്രൈബ് ദ റൂൾസ് ഓഫ് ട്രാവൽസ്. എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസുകൾ പറയുന്നത്? യാത്രയ്ക്കുള്ള റൂൾസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ലീഡർ അല്ലേ. ഫസ്റ്റത്തെ ലീഡർ, ഒരു യാത്രയിൽ നമുക്കൊരു ലീഡർ ഉണ്ടായിരിക്കണം. അതായത് സെലക്ടിങ് എ ലീഡർ ഫോർ എ ഗ്രൂപ്പ് ഈസ് ദ സുന്ന. ഒരു ലീഡർ ഉണ്ടായിരിക്കുന്നത് നമുക്ക് സുന്നത്തായിരിക്കും. പിന്നെ അതേപോലെ പ്രയർ വൈൽ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ സപ്ലിക്കേറ്റിംഗ് ദ ഫോളോയിങ് ദുആ അല്ലേ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു ലമുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള പ്രാർത്ഥന. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ സപ്പോർട്ട്, അതായത് പരസ്പര സഹായം. ഒരു യാത്രയിൽ നമുക്ക് അത്യാവശ്യമാണ് പരസ്പരം സഹായിക്കുക എന്നുള്ളത്. വൺസ് ഈസ് മോസ്റ്റ്ലി എക്സെപ്റ്റഡ് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അതേഴ്സ് ഡ്യൂറിങ് ദ ജേർണി, അതും അതിൻ്റെ കൂടെ വേണം. പിന്നെ അതേപോലെ ഇറ്റ് വാസ് ദ പ്രൊഫറ്റ്സ് റൂട്ടിൻ ടു പ്രെയർ 2 റക്അ ഇൻ പ്രൈസ് ടു അള്ളാഹ് ആഫ്റ്റർ റിട്ടേണിങ് ഫ്രം ജേർണീസ്. അതേപോലെ ലാസ്റ്റ് യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം 2 റക്അത്ത് നമസ്കരിക്കലും സുന്നത്താണ്. ഇതാണ് അതിൻ്റെ റൂൾസ് വരുന്നത്. പിന്നെ റൈറ്റ് എ പാരഗ്രാഫ് എബൌട്ട് ദ പ്രൊഫറ്റ്സ് വേ ഓഫ് ട്രാവൽ ആസ് റിവീൽഡ് ഫ്രം ദ ടെക്സ്റ്റ്. അപ്പോൾ ഒരു പാരഗ്രാഫ് നിങ്ങളോട് സ്വന്തമായിട്ട് എഴുതാൻ. ഈ എന്താണ്, ഇപ്പോൾ നബിയുടെ യാത്രയെക്കുറിച്ച്. അപ്പോൾ അതിൽ വരുന്നത് നബീൻ്റെ ഇതിലും പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ലീഡർ ഉണ്ടായിരിക്കണം, പിന്നെ രണ്ടാമത്തെ പ്രാർത്ഥിക്കണം, മൂന്നാമത്തെ മ്യൂച്വൽ സപ്പോർട്ട്, ലാസ്റ്റത്തെ പ്രയർ. അപ്പോൾ രണ്ടും സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ ഇത് അതിൽ അതേപോലെ എക്സ്പ്ലെയിൻ
ചെയ്ത് അതേപോലെ തന്നെ എഴുതുക. മനസ്സിലായോ? അത് അതേപോലെ തന്നെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെസൺ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പിന്നെ നബി സ്വഹാബികളിൽ ചിലർക്ക് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബികളെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് ആര്? ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള എന്ന് പറയുന്നത് അല്ലേ. P. Talha radiallahu was born in the Taim clan in the Qurayshi tribe of Arabia. His mother Sabaha, the sister of the prominent companion of the Prophet Aliul Halrami. അപ്പോൾ എന്താണ്, ഖുറൈശി ട്രൈബിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ പേര് സ്വബാഹ് എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇതിൽ വരുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ഒക്കെ നോക്കാം. അതിൽ വരുന്നത് ഡിസ്ക്രൈബ് ദ ഗ്രേറ്റ് ആക്ട് ഡൺ ദ ത്വൽഹ റളിയല്ലാഹു ഡ്യൂറിങ് ദ ബാറ്റിൽ ഓഫ് ഉഹുദ്. ത്വൽഹ റളിയല്ലാഹു ഉഹുദ് യുദ്ധത്തിൽ എന്താണ് ചെയ്തത്, ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ആൻസർ വരുന്നത് 4ാമത്തെ പാരഗ്രാഫിലുണ്ട്. എന്താണ്, ത്വൽഹ റളിയല്ലാഹു ഹാഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൾ ദ ബാറ്റിൽസ് എക്സെപ്റ്റ് ബദർ എന്ന് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസ്. He was one of the strongest warriors in blocking the enemies from reaching the Prophet in the battle of Uhud. When he saw streams of blood from the Prophet's face, he ran to him, engaged him, staying the enemy, swinging his sharp-edged sword to and fro. Even while doing so, he securely embraced the Prophet ﷺ with his left hand. In that heroic attempt, he had to receive around 70 strokes by the enemies. അപ്പോൾ ഇതിൽ ത്വൽഹത്ത് ബിൻ ഉബൈദുള്ള എന്ന് പറഞ്ഞ സ്വഹാബി ഉഹുദ് യുദ്ധത്തിൽ നമുക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ എന്താണ് കുറച്ച് പേരെ മുകളിൽ നിർത്തിയിരുന്നു. അവർ താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പെട്ടെന്ന് യുദ്ധം എന്താണ് ശത്രുക്കൾ അവർ യുദ്ധം അവസാനിച്ചു എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ എന്ത് ചെയ്തു, ശത്രുക്കൾ പെട്ടെന്ന് നബിയെയും സ്വഹാബികളെയും വളയുകയും ആ സമയത്ത് നബിയെ വെട്ടുന്നത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി. നബിയെ ഇടത്തെ കൈകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വലത്തെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാൾ കൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു കൈ കൊണ്ട്, ഒരു കയ്യിൽ നബിയും ഒരു കയ്യിൽ വാളുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്ത ധീരനായൊരു മനുഷ്യനായിരുന്നവർ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ആ സമയത്ത് എന്താണ് 70 ചില്ലാനം വെട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഏറ്റു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റ്. ഇനി ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ദ ജനറസിറ്റി ഓഫ് ദ ത്വൽഹ. അദ്ദേഹത്തിൻ്റെ ഉദാരതയ്ക്കുള്ള ഉദാഹരണം എന്താണ്? അത് നമുക്കറിയാം. 2-3 ഉദാഹരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, once he was reluctant to keep the amount he got by selling a piece of land, so he started off from home to street of Medina and distributed a portion of the amount to men and ഓഫ് ദ നിയർ ബൈ ഹോംലെസ് ടിൽ ഇറ്റ് വാസ് മിഡ് നൈറ്റ്. അദ്ദേഹത്തിനൊരു ദിവസം എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം വിറ്റ കാശ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു വിഷമം തോന്നി ആ പൈസ കയ്യിലിങ്ങനെ വെച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ പൈസ എടുത്തിട്ട് രാത്രി മിഡ് നൈറ്റ് അർദ്ധരാത്രി വരെ എന്ത് ചെയ്തു, അദ്ദേഹം ആ പൈസ എന്ത് ചെയ്തു, ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ പൈസ എന്ത് ചെയ്തു, നാളെ സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി മാറ്റി. അതാണ് നമുക്ക് അതിൻ്റെ ആൻസറായിട്ട് കാണുന്നത്. പിന്നെ അടുത്തത്, എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. ദ വെൽത്ത് ഇൻ ഹാൻഡ് മേക്ക് മീ അപ്സെറ്റ്. ഈ സന്ദർഭം വിവരിക്കാനാണ്. ഈ ധനം എന്നെ വല്ലാതെ അപ്സെറ്റ് ആക്കുന്നുണ്ട് അല്ലേ. അതെന്താണ് ആ സെൻറ്റൻസ്? അത് അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ സെൻറ്റൻസാണ്. ത്വൽഹത്ത് ആൾവേസ് ഗേവ് മച്ച് ഇൻ ചാരിറ്റി ആൾസോ, ഹാൻസ് ഹി വാസ് അഫെക്ഷനേറ്റ്ലി കാൾഡ് ത്വൽഹത്തുൽ ഖൈർ അല്ലേ. അത്രയും നല്ല ഇത് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ത്വൽഹത്തുൽ ഖൈർ എന്ന് പറയുന്നത്. By the Prophet ﷺ, his wife Suada bint Auf report. അവരുടെ ഭാര്യ സുആദ ബിൻത് ഔഫ് റിപ്പോർട്ട് ചെയ്തൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, one day I saw him sitting gloomy. I asked, what happened to you? He replied, the wealth in hand makes me upset. I engaged, why don't you give in the charity? He did the same.
അപ്പോൾ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, ദ വെൽത്ത് ഇൻ ഹാൻഡ് മേക്ക് മീ അപ്സെറ്റ്. ഈ ധനം എൻ്റെ കയ്യിലിരിക്കുന്നത് എന്നെ വല്ലാതെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഐ എൻഗേജ് വൈ ഡോണ്ട് യു ഗീവ് ഇൻ ചാരിറ്റി. ഹി ഡിഡ് ദ സെയിം. അപ്പോൾ താങ്കൾക്ക് അതാണ് സദക്ക കൊടുത്തൂടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അത് അതേപോലെ തന്നെ സദക്ക കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഇതാണ് ഈ സന്ദർഭത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് ദ ലാസ്റ്റ് അവേഴ്സ് ഓഫ് ദ തൊൽഹ. തൊൽഹ റളിയല്ലാഹുവിൻ്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കാൻ സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. തൊൽഹ റളിയല്ലാഹു വാസ് ഷേക്കൺ ബൈ ദ ഹൊറിബിൾ മർഡർ ഓഫ് ഉസ്മാൻ റളിയല്ലാഹു ആൻഡ് ഹി വോവ്ഡ് ടു ടേക്ക് റിവെഞ്ച് അഗൈൻസ്റ്റ് ദ മർഡേഴ്സ്. അല്ലേ, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മരണം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതിന് പകരം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാം വിത്ത് ആയിഷ റളിയല്ലാഹു ഹി വെന്റ് ടു ദ ബസ്ര. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിൻ്റെ കൂടെ ബസ്രയിലേക്ക് അദ്ദേഹം പോയി. ബട്ട് അലി റളിയല്ലാഹു എക്സ്പ്ലെയിൻ ദ റിയൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഇൻസിഡൻറ്റ്. അങ്ങനെ അതിൻ്റെ യഥാർത്ഥ സംഭവം അലി റളിയല്ലാഹു അദ്ദേഹത്തോട് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞു. അല്ലേ, ഹി ടേൺ എവേ ഫ്രം ദ ബാറ്റിൽ ഫീൽഡ്. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ നിന്നും പിന്മാറി. യെറ്റ് ഹി വാസ് ഷോട്ട് ബൈ വൺ ഓഫ് ദ മ്യൂച്ചൻസ് ഓഫ് ഹിസ് ലെഗ്. അല്ലേ, ഒരു കലാപകാരി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാലിലേക്ക് ഒരു അമ്പെയ്തു. അല്ലേ, ദ ആരോ ഹിറ്റ് ത്രൂ ഹിസ് ഹോഴ്സ് ബാക്ക് ആസ് വെൽ ആസ് ആൻഡ് ദ ടെറിഫൈഡ് ഹോഴ്സ് റൺ അവേ ടേക്കിംഗ് ഹിം അലോൺ. അങ്ങനെ കുതിരപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേരെ അമ്പ് ചെയ്തപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കാലിലും കുതിരയുടെ കാലിലും ഒന്നിച്ച് തറക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ആ കുതിര അതിനെ ഇട്ട് വലിക്കുകയും അദ്ദേഹം അതിദാരുണമായി മരണപ്പെടുകയുമാണ് ഉണ്ടായത്. Thus the Talha radiallahu faced, and there Ali radiallahu did all the funeral rites of this greatest companion of the last messenger of Allah. On occasion Ali radiallahu explained thus with the tears, I have heard Allah's Rasul mention with two of my ears that Zubair and Talha are the companion in my paradise. അപ്പോൾ ആ സമയത്ത് അലി റളിയല്ലാഹു പറഞ്ഞൊരു ഇതും കൊണ്ടുണ്ട്, ഒരു കോട്ടിങ്സ് ഉണ്ട്. എന്തായിരുന്നു, ഞാൻ എൻ്റെ രണ്ട് ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, എന്താണ്, തൊൽഹയും അതേപോലെ സുബൈറും നാളെ പരലോകത്തിലെ എൻ്റെ കൂട്ടുകാരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും.